മോളെ ഇവിടെ നിന്ന് പോണ ഓരോ കണ്ടസ്റ്റൻസും പോയി കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി, അവർക്ക് ഒരുപാട് സമ്മാനം കിട്ടി, അതുപോലെ ഓരോ പരിപാടിക്ക് വിളിച്ചു, അവർ ചില സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാം. ഇതുപോലെ ഇവിടെ നിന്ന് പോയപ്പോ എനിക്കും ഒരു സിനിമയൊക്കെ കിട്ടി. സിനിമയിലെ ഒരു സീനിൽ ഞാൻ അഭിനയിച്ച്. പിന്നെ അതിനകത്തെ ഒരു നായകനൊക്കെ നിങ്ങള് പുതിയ ആളാ, നായകനൊക്കെ പുതിയ നിങ്ങൾ പറഞ്ഞറിയില്ല. വില്ലനെ നിങ്ങളറിയും. വില്ലന്റെ ഒരു പേര് പറഞ്ഞാടാ, മറന്നുപോയില്ല. വില്ലൻ ഭീമന്റെ അബു സലീം ഒന്നല്ല, അബു സലീം അല്ല, റിയാസ് ഖാൻ അല്ല, പുതിയ ആളാ. ഷൈൻടോ ഒന്നുമല്ല, അവർക്ക് നായകനല്ലേ. അല്ല, ഹീറോ വില്ലനാണ്. ഗുരു സോമസുന്ദരം. ഗുരു ഒന്നുമല്ല, ബാലങ്കി നായർ. ബാലങ്കാരൊക്കെ പഴയതാണല്ലോ. പിന്നെ പുതിയ വില്ലൻ ആരാത്? ശരിക്കും നിന്റെ ഓർമ്മയൊക്കെ പോയിട്ടാ. നിനക്ക് ഓർമ്മ തിരിയുള്ള ഡോക്ടറെ പോയി കാണാൻ, എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കും. നിനക്ക് ഓർമ്മ കിട്ടണല്ലോ. ഞാനെങ്ങനെ അറിയണേ ഈ പുള്ളിനെ? അല്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നീ പറയൂലോ ആരാന്ന്. നിനക്ക് പറയാൻ പറ്റണല്ലോ, അതാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ചത്. അല്ല, നിങ്ങൾക്കത് ഓർമ്മ പോലെ മരുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഓർമ്മ വരൂലേ ഏതാ വില്ലെന്നുള്ളത്. നിങ്ങൾ അഭിനയിച്ച പടത്തിലെ വില്ലനെ ഞാൻ എങ്ങനെ ഓർക്കാനാ? അത് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ എങ്ങനെ ഓർക്കും? താത്ത പറയണ്ടേ? അല്ല, എന്നാലും അവന് വില്ലനെ ഓർമ്മ വരണ്ടേ. അവൻ ഈ ഒരു വില്ലന്റെ പേര് വെച്ച് ബാക്കി എല്ലാ വില്ലന്മാരുടെ പേരും പറഞ്ഞപ്പോ അവന്റെ ഓർമ്മ പോയി എന്നുള്ളതല്ല എന്റെ അർത്ഥം. അല്ല, അതായത് താത്തയല്ലേ പോയി ഈ വില്ലനെ കണ്ടത്? ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഊഹത്തിന്ന് പറയുന്നതല്ലേ. അല്ല, ഒരു സിനിമയല്ലേ, നീ സിനിമാക്കാരനല്ലേ. അപ്പൊ സിനിമാക്കാരനായ നിനക്ക് ആ വില്ലന്റെ പേരെന്താ ഓർമ്മ വരാത്തെ? സിനിമയിൽ അഭിനയിച്ചത് താത്തയല്ലേ കണ്ടത്. പക്ഷെ ഇവനറിയാലോ, ഇവൻ ബാക്കിയുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞല്ല, ഇതെന്താ മാത്രം പറയാത്തിരിക്കണേ. അപ്പൊ അതവന്റെ വാശിയല്ലേ അത്. പിന്നെ ഓർമ്മക്കുറവല്ലെന്ന് എനിക്കത് അറിയാത്തതാണെന്ന്. അതവന്റെ അഹങ്കാരമാണത്. അവന്റെ ബാക്കിയെല്ലാം പറഞ്ഞല്ല അവൻ, ഇത് മാത്രം എന്താ പറയാത്ത അവൻ. അപ്പൊ താത്തയുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല? എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, എന്റെ ഓർമ്മ നല്ല ക്ലിയറാ. നീ നോക്കിക്കാതെ ശ്രേഷ്ഠ ഭാരതം തുടങ്ങുന്നു. ശരി, ശ്രേഷ്ഠ ഭാരതം തുടക്കം. അതേ കിടക്കണതാ വളവട. നിനക്കറിയാൻ പാടില്ല ഇത് ഫൺസ് പോണ ടൈം ആണെന്നുള്ളത്. ഇവക്കടെ ഓർമ്മയ്ക്ക് എന്താ ഉറപ്പുണ്ട്? ശരി, നമ്മൾ ഇന്നത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് മത്സരിക്കുന്നവർ ലിയ ആൻഡ് നിത്യ. ഹാജി വെൽക്കം. രണ്ടുപേരും നല്ല സുന്ദര കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ല കോസ്റ്റ്യൂം. ഇനി നല്ല സുന്ദരൻ തമാശകൾ കൂടെ പറയുന്നതോടുകൂടി പരിപാടി അതിഗംഭീരമായിട്ട് മാറും. അല്ല മക്കളെ, ചോദിച്ചോട്ടെ, ആ സിനിമയിലെ വില്ലൻ ആരാ? ഏത് സിനിമയിലെ? ഞാൻ അഭിനയിച്ച സിനിമയിലെ വില്ലൻ. ആ വില്ലന്റെ പേരൊന്ന് പറഞ്ഞ മോളെ, പറ. ഏത് സിനിമയാണ്? അല്ല, ഏതെങ്കിലും സിനിമയിലെ വില്ലന്മാരുടെ പേരറിയാലോ എനിക്ക്, പറ. ഭീമൻ രഘു ആണോ? ഭീമൻ രഘു ഒക്കെ ഇവിടെ പറഞ്ഞു. അതൊന്നും അല്ല, മോള് പറഞ്ഞേ. ബാബു ആന്റണിയാണോ? ബാബു തന്നെയല്ല. തമിഴിലെ ആരെങ്കിലും ആണോ? തമിഴിലൊന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് അമരീഷ് പുരി ഒന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ഓർമ്മയില്ല? എന്റെ പിഷാരുടെ ഈ ഓർമ്മയും വെളിവില്ലാത്ത പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കണേ? എനിക്കറിയാൻ വയ്യ താത്ത. നമുക്കത് എങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. താത്ത ഒരു കാര്യം ചെയ്യും. താത്തയുടെ ഓർമ്മയിൽ ആ 3 കഥ ചേർത്തിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് പറയാം. അവര് ആ സിനിമകൾ കണ്ടുപിടിക്കുമെന്ന് നോക്കട്ടെ. കഥയില്ലല്ലോ. അത് മറന്നുപോയോ? അതും അവന് ഓർമ്മയില്ലാന്ന് തോന്നണം. ഓർമ്മയുള്ള ഏതെങ്കിലും കഥ പറ. അല്ലാ, കെണിഞ്ഞല്ല ഞാൻ. എന്നാലും ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തൊരു 3 കഥയാണ് പറയാം. നാട്ടിലെ പ്രമാണിയുടെ മകളെ പ്രേമിക്കുന്ന പേടിത്തൊണ്ടനായിട്ടുള്ള നായകൻ. ഈ പ്രമാണിയുടെ വീട്ടുകാർ എപ്പോ റോട്ടിൽ വെച്ച് കണ്ടാലും ഇവനെ തല്ലും. പക്ഷേ ഇവൻ ഇടവകയിലെ അച്ഛനെ പറ്റിച്ച് ഒരു സീരിയൽ പിടിച്ച് ഇടവകേനെ കടക്കണിയിലാക്കി കളഞ്ഞു. അവസാനം ഇവരുടെ പ്രേമം നാട്ടിലൊരു വലിയ പ്രശ്നമായപ്പോൾ ഇടവക്കാരെ കൂടി അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രമാണി പറഞ്ഞു, ഇടവകയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പൊൻകുരിശ് ഇവൻ തിരിച്ചെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മനസ്സിലായ? അങ്ങനെ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ സമയത്ത് ഈ നായകന്റെ അപ്പൻ ഒരുപാട് നല്ല നല്ല കല്യാണ പുടവകൾ തയ്ക്കുന്ന ആളായിരുന്നു. അങ്ങനെ അവൻ ഒരു കല്യാണ പുടവ തയ്ച്ചിട്ട് മകൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, അവിടെ മകളുടെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനും ഇവൻ്റെ സുഹൃത്തും കൂടി കല്യാണ പുടവ കൊടുക്കാൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ പെണ്ണിൻ്റെ ഈ ചൊവ്വാദോഷം മാറ്റാൻ ഒരു പ്രതിമേനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന സമയമായിരുന്നു. ഇവനവിടെ വായം പൊളിച്ച് നടന്നു കിടന്ന അവസാനം കാല് തെന്നി
ഒരു പിച്ചകപ്പൂമാല കൊണ്ടുപോയി ഈ വധുവിന്റെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ടു. അങ്ങനെ കല്യാണം നടന്നുപോയി. അപ്പോഴേക്കും അവിടെ പ്രശ്നമായി. ഇവനെ സ്വാമിജി വരുന്നത് വരെ അവിടെ പൂട്ടിയിട്ടു. സ്വാമിജി വന്നിട്ട് പറഞ്ഞു 4 അമ്പലം ചുറ്റിയാൽ മാത്രമേ ഇവരുടെ പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നായകൻ ഇവരെയും കൂട്ടി 4 അമ്പലം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അമ്പലത്തിൽ വന്നിരുന്നിട്ട് ഇവനിങ്ങനെ ഈ നെയ്ത്തിരി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിച്ചു, അമ്മാവാ നിങ്ങളുടെ പ്രേമം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാനൊരു നല്ല പന്തല് പണിക്കാരനായിരുന്നു. അങ്ങനെ പന്തല് പണി നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു കല്യാണമൊക്കെ നടത്തി. ആ കല്യാണം നടത്തിയപ്പോൾ ആ പെണ്ണിന്റെ കെട്ടിയോ വന്നില്ല. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ വന്നില്ല. വരാണ്ടായി കെട്ടാൻ പോണ ചെറുക്കൻ വന്നില്ല. വരാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ആഘോഷിച്ചപ്പോൾ എൻ്റെ ചേട്ടനെ കൊണ്ട് അവിടെ കല്യാണം നടത്തി അവർ സുഖമായിട്ട് ജീവിച്ചു. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായോ? രണ്ടെണ്ണം പേരറിയാം. ഒരെണ്ണം ദിലീപേട്ടന്റെ ആണെന്നറിയാം, കല്യാണരാമൻ. നില്ലേ അതവിടെ നില്ലേ, പേര് പറയാതെ പറ. ലിയക്ക് 3 മനസ്സിലായോ? ലിയ 3 മനസ്സിലായാളെന്ന് പറയൂ. ആദ്യത്തെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ശൃംഗാരവേലൻ, കല്യാണരാമൻ.